ഹലോ, അങ്ങനെ ഗെറ്റ് സെറ്റ് ബേബി കണ്ടു. ഉണ്ണി മുകുന്ദൻ, നിഖില വിമൽ അഭിനയിച്ച സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. പിന്നെ വേറെ കുറേ കഥാപാത്രങ്ങളുണ്ട്. പടത്തെക്കുറിച്ച് എന്തോ പറയേണ്ടത്, പലപേരും പറയുന്നത് ഞാൻ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. ബിക്കോസ് പടങ്ങൾ കാണുന്നതെല്ലാം ഇപ്പം നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഞാൻ എന്ത് ചെയ്യാനാണ്? ആയുഷ്മാൻ ഖുറാനയുടെ 2 സിനിമ ഞാൻ പറയാം. ഒന്ന് ഡോക്ടർ ജി, പിന്നെ വിക്കി ഡോണർ. വിക്കി ഡോണറിൻ്റെ സെക്കൻഡ് ഹാഫും ഡോക്ടർ ജിയുടെ സ്റ്റാർട്ടിങ്ങും നിങ്ങൾ ഈ 2 സിനിമയൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം. ഉണ്ണിമുകുന്ദൻ എന്തായാലും നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫിലിമിനെ ഒരു ഫീച്ചർ ഫിലിം ആക്കി എങ്ങനെ ഇരിക്കും, അതായിരുന്നു എനിക്ക് ഗെറ്റ് സെറ്റ് ബേബി. ഞാൻ ഈ പറഞ്ഞ 2 സിനിമ വിക്കി ഡോണറും ഡോക്ടർ ജി ഒന്നും കാണാത്തവരാണെങ്കിൽ അവർക്ക് പുതിയൊരു അനുഭവമായിരിക്കും. ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റും കാര്യങ്ങളും ഒക്കെ. സ്പെഷ്യലി അപ്രിസിയേഷൻ പറയേണ്ടത് എഡിറ്റിംഗ്. എന്നാ കൂറെ എഡിറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് പടത്തിനകത്ത്. നിഖില വിമലിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ വലുതായിട്ട് പറയാനില്ല, ബട്ട് ഷീ വാസ് ലുക്കിംഗ് പ്രിറ്റി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ബിലോ ആവറേജ് മൂവി. സുരഭിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയണം. സുരഭി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ കഥയില്ലെങ്കിൽ പിന്നെ എന്താണ് അഭിനയിച്ചിട്ട് കാര്യം? സാം സിയസിന്റെ മ്യൂസിക് ആണോ ഞാൻ ആലോചിച്ചു. ഒരു ഷോർട്ട് ഫിലിമിൽ ചെയ്തതിലാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ടെക്നിക്കൽ ടീം എൻറ്റയർലി എക്സെപ്റ്റ് സിനിമാറ്റോഗ്രഫി, ബാക്കി എല്ലാം വളരെ പുവറായിട്ടാണ് ചെയ്തേക്കുന്നത്. പടത്തിന്റെ സ്പോയിലർ ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇത് എന്തായാലും ഞാൻ പറഞ്ഞേ പറ്റൂ. എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് തനിക്ക് ഇഷ്ടപ്പെടാത്തതിനുള്ള കാരണം പറയാൻ. ഈ പ്ലോട്ടിനകത്ത് നിങ്ങൾ ഉണ്ണി മുകുന്ദനെ ഡോക്ടറായിട്ട് കാണിക്കുന്നു. സ്പോയിലർ പറയാതെ ഞാൻ പറയാൻ നോക്കാം. ഉണ്ണി മുകുന്ദൻ ഡോക്ടറായിട്ട് കാണിക്കുന്നു. ഉണ്ണി മുകുന്ദൻ്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു സംഭവം കാരണമാണ് ആൾ ഗൈനക്കാവാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ അതിന് ശേഷം ആളുടെ മോട്ടിവേഷൻ മാറുന്നു. അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു വിചാരിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ വെറുത്തുപോയി ഞാൻ. അപ്പോൾ ഇനി അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.